വിവിധ ഭാഗങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു. പുതിയ സർക്കാരുകൾ അധികാരത്തിലേറി. തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും, ശ്രദ്ധിക്കണേ, ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലേക്ക് അടുക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ എണ്ണവില കുറഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ, കൂട്ടാൻ തുടങ്ങി. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10 ദിവസത്തിനിടയിൽ 4 തവണയാണ് കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. അങ്ങനെ കൂട്ടി ഇപ്പോൾ 7 രൂപ 50 പൈസയാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം കൂട്ടിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: പ്രതിപക്ഷത്തിരുന്നപ്പോൾ പെട്രോൾ ഡീസൽ വില വർധനവ് കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ നികുതി കുറച്ചാൽ മതി എന്നാണല്ലോ താങ്കൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് ചെയ്യാൻ താങ്കൾ തയ്യാറാകുമോ? സംസ്ഥാനം നികുതി കുറയ്ക്കുമോ? മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നും ഈ ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ടത് പ്രതിപക്ഷത്തിന് മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങൾക്കുമാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നു, അതോടൊപ്പം അവശ്യ സാധനങ്ങളുടെ വിലയും റോക്കറ്റ് പോലെ കുതിക്കുന്നു. എന്തിനു പറയുന്നു? ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും 2 വട്ടം ആലോചിക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ ജനങ്ങൾ. ജൂൺ 1 മുതൽ മിൽമ പാലിന്റെ വിലയും കൂടുന്നതോടെ ചായയുടെ ഉൾപ്പെടെ വില ഇനിയും കൂട്ടും. അപ്പോൾ ഇതിനെതിരെ, ഈ വില വർധനവിനെതിരെ എന്ത് നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്? സംസ്ഥാനത്തിന്റെ വിഹിതം വേണ്ടെന്ന് വെച്ചാൽ, നികുതി കുറച്ചാൽ സാധാരണക്കാരന്റെ ചുമലിൽ നിന്നും ചെറുതെങ്കിലും ഇത്തിരി ഭാരം ഇറക്കി വെക്കാൻ സാധിക്കും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കാണിച്ച ആവേശം ലേശം ഭരണപക്ഷത്തിരിക്കുമ്പോഴും കാണിച്ചാൽ മതി. ആ നികുതി ഒന്ന് കുറച്ച് മുൻ പിണറായി സർക്കാരുകൾക്ക് മാതൃകയാവണം. ഇതിങ്ങനെയും ചെയ്യാമെന്ന് അവരും പഠിക്കട്ടെ. അതല്ലേ ഹീറോയിസം?